ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റിയ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2-3 ഏലക്കായി, 2-3 ഗ്രാമ്പൂ, കറുവപ്പട്ട എന്നിവ ഇട്ട് കൊടുത്തു. പിന്നീട് അതിലേക്ക് കുറച്ചധികം തന്നെ കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൊച്ചുള്ളി കൂടുതൽ ചേർക്കുന്നതാണ് നമ്മുടെ ബീഫ് കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് പിന്നീട് ഒരു സവോള ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് വഴറ്റി വരുമ്പം അതിലേക്ക് നമ്മൾ മീഡിയം സൈസിലുള്ള 2 തക്കാളി കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നീട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്തേക്ക് നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ മസാലയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. അപ്പം അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ബീഫ് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് നേരത്തെ കുറച്ച് ഉപ്പൊക്കെ തേച്ച് വെച്ചതായിരുന്നു. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അരപ്പൊക്കെ ഇതിന് നന്നായിട്ടൊന്ന് പിടിച്ചു തരുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നീട് അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് കറിവേപ്പും കൂടെ. അപ്പോൾ പിന്നീട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ്. അപ്പം അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്യുക. പിന്നീട് നമ്മൾ ഇതിന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഓരോ ബീഫ് ഇത് 7 വിസിലെങ്കിലും നമ്മൾ കുക്കറിൽ അടിക്കണം, നല്ല വേവുണ്ടാവും. അപ്പോൾ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ കുക്കർ അടച്ചു വെച്ച് നമ്മൾ ഇതിനെ ഒരു 7 വിസിലടിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോഴത്തേക്കും തന്നെ ഏകദേശം വെന്തിട്ടുണ്ടാവും. അപ്പം നമുക്കത് ഒന്ന് അടച്ചു വെച്ച് മാറ്റി വെക്കാം. അപ്പം എന്താ വിസിലടിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം എന്താ നമ്മുടെ ബീഫൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വീണ്ടും ഒഴിച്ചു കൊടുത്തത്. പിന്നീട് ബീഫിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൂടുന്നതാണ് നമ്മുടെ തേങ്ങാക്കൊത്ത്. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്തൊക്കെ അവനവന് ഇഷ്ടമുള്ളത്രയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്തേക്ക് നമ്മളെ ബീഫും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഗ്രേവിയൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ബീഫ് കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെയധികം ടേസ്റ്റിയായ ഒരു ബീഫ് കറിയാണ്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കപ്പ തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.